ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെം 2 റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്. ടൈപ്സ് ഓഫ് റീഡിംഗ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻവോൾവ് ഇൻ റീഡിംഗ്. ഫസ്റ്റ് തന്നെ ഏതൊക്കെ ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട് ആൻഡ് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ടറി പോയിന്റ്സ് ആണ്. ഏതൊക്കെ ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട്? സ്കിമ്മിങ്, സ്കാനിങ്, അങ്ങനെ ഈ ചാപ്റ്ററിൽ പുതിയതായിട്ട് കുറച്ച് മെത്തേഡ്സ് കൂടിയും പഠിക്കുന്നുണ്ട്. സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഒക്കെ നമുക്ക് അത്രയും ഫെമിലിയർ ആണല്ലോ നമ്മൾ സെം 1 ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വീഡിയോ കണ്ടു പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ദെൻ ബൈ കൺസിഡറിങ് ദി കണ്ടന്റ് ഇൻ ഈച്ച് മെറ്റീരിയൽ ആൻഡ് ഓൾസോ ദി റീഡിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ദി റീഡർ, ദി മെത്തേഡ് ആൻഡ് നേച്ചർ ഓഫ് ദി റീഡിംഗ് വാരി. അതായത് നമ്മൾ വായിക്കുന്നതനുസരിച്ച് എന്ത് ഉദ്ദേശത്തോട് കൂടിയിട്ടാണോ നമ്മൾ വായിക്കുന്നത് ആൻഡ് അതേപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ, നമ്മൾ വായിക്കുന്ന മെറ്റീരിയലിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണോ അതെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് ടൈപ്പിലാണ് റീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നമ്മുടെ പഠിക്കാനുള്ള ബുക്സ് വായിക്കുകയാണെങ്കിലും നമ്മളത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ആൻഡ് നമ്മുടെ ഇൻട്രസ്റ്റിൽ നമ്മളൊരു സ്റ്റോറി ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവിതയോ കഥയോ എന്തെങ്കിലും വായിക്കുന്ന സമയത്ത് അത് നമ്മുടേതായിട്ടുള്ള ഇൻട്രസ്റ്റിൽ നമ്മൾ വായിക്കുന്നതാണ്. രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഏതിലൊക്കെയാണ് ഇത് പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ദെൻ ഓൾ റീഡിംഗ് മസ്റ്റ് ഇൻവോൾവ് സം ലെവൽ ഓഫ് ആക്റ്റീവ് മൈൻഡ് ആൻഡ് ഫോക്കസ് ബിക്കോസ് റീഡിംഗ് ഇസ് ഓൾസോ ആൻ എക്സസൈസ്. അതായത് ഏത് രീതിയിലുള്ള മെത്തേഡ് ആണെങ്കിലും കുറേ അധികം മെത്തേഡ്സ് നമുക്ക് റീഡിങ്ങിൽ ഉപയോഗിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അതേത് ടൈപ്പ് മെത്തേഡ് ആണെങ്കിലും അതിൽ ഏറ്റവും വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്റ്റീവ് മൈൻഡും അതേപോലെ തന്നെ ഫോക്കസും. അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആസ് വിത്ത് റൈറ്റിംഗ്, റീഡിംഗ് ഈസ് ഓൾസോ എ കോംപ്ലെക്സ് പ്രോസസ്. ഇറ്റ് കംപ്രൈസസ് മെനി ഡിഫറെൻറ്റ് ആക്ഷൻസ് ദാറ്റ് മസ്റ്റ് ഓൾ ബി എക്സിക്യൂട്ടഡ് ഇൻ ആൻ എഫക്റ്റീവ് ആൻഡ് ആക്റ്റീവ് റീഡിംഗ്. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വായിക്കേണ്ടതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അതേപോലെ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് വരുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ആ സെൻറ്റൻസ് വായിക്കേണ്ടതായിട്ടുള്ള വേറൊരു ശൈലിയുണ്ട്. അങ്ങനെ ആ ഒരു പങ്ക്ച്വേഷൻസ് എല്ലാം കറക്റ്റ് ആക്കിക്കൊണ്ട് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണത് കറക്റ്റായിട്ട് കൺവേ ചെയ്യുന്ന രൂപത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സെൻറ്റൻസസോ അല്ലെങ്കിൽ പാരാഗ്രാഫ്സോ വായിക്കാനായിട്ട് വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ സ്കിമ്മിങ്. അതായത് റീഡിംഗ് മെത്തേഡ്സിൽ ഫസ്റ്റ് വൺ എന്താണ്? സ്കിമ്മിങ്. സ്കിമ്മിങ് ഇസ് ഫാസ്റ്റ് റീഡിംഗ്, സംടൈംസ് സ്കിപ്പിംഗ് പോർഷൻസ് ഫോർ എ ജനറൽ കോംപ്രഹെൻഷൻ ഓർ അപ്രിസിയേഷൻ ഓഫ് എ ടെക്സ്റ്റ്. അതായത് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ കുറേ സ്ഥലത്ത് പറഞ്ഞതാണ്, ഒരു കാര്യത്തെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് ഏറ്റവും എക്സാമ്പിളായിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിലല്ല സെം 1 എന്താണ്? എക്സാമിന് കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മളിങ്ങനെ എല്ലാതും ഒന്ന് ഓടിച്ച് നോക്കില്ലേ? ശരിക്കും പറഞ്ഞാൽ സ്കിമ്മിങ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു ഓടിച്ച് നോക്കാന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എങ്ങനെയാണത്? ഫാസ്റ്റ് റീഡിങ്. അതായത് എല്ലാം നമ്മളിങ്ങനെ കണ്ണോടിച്ച് പോകുന്നുണ്ട്. നമ്മൾ ലിപ് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, പക്ഷെ നമ്മളെ മൈൻഡിൽ നമ്മളെല്ലാതും ഇങ്ങനെ കണ്ണോടിച്ച് പെട്ടെന്ന് ആ ഒരു ഫുൾ ടെക്സ്റ്റ് വായിക്കുക. അതിനെയാണ് ശരിക്കും എന്ത് പറയണത്? സ്കിമ്മിങ് എന്ന് പറയണത്. ഇറ്റ് ഈസ് വേസ്റ്റ്ഫുൾ ടു റീഡ് എ ബുക്ക് സ്ലോലി വെൻ ഇറ്റ് ഈസ് ഓൺലി സ്യൂട്ടബിൾ ഫോർ എ ക്വിക്ക് റീഡ്. അതായത് ചില നോവൽസ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള സ്റ്റോറീസ് ഉണ്ടാവും. ആ സ്റ്റോറീസ് നമുക്ക് നമ്മുടെ ഒരു കയ്യിലൊരു ബുക്ക് കിട്ടാണ്. ആ ബുക്ക് കിട്ടുന്ന സമയത്ത് ആ ബുക്ക് നമുക്ക് അറിയില്ല എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്ന് നമുക്കറിയില്ല. പക്ഷെ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓടിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഈ സ്കിമ്മിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ഒരുപാട് ടൈം നമുക്ക് യൂസ്ഫുൾ ആയി കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് അത്രയും വേസ്റ്റ് ആയിട്ട് ടൈം പോവില്ല. ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടന്റ് ആയിരിക്കും, നമുക്ക് അറിയില്ലല്ലോ അതിലുള്ള കണ്ടന്റ് എന്താണെന്ന് അറിയാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്? സ്കിമ്മിങ് എന്നുള്ള പ്രോസസ്സ് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി എ good idea to skim or pre-read a book. This is especially important when you are unsure about the relevance of the book you are currently holding. അതായത് എന്താ പറയണത്? ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള ബുക്ക്, നമുക്ക് കിട്ടിയിരിക്കുന്ന ബുക്കിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എത്രത്തോളം റെലവൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എത്രത്തോളം പ്രാധാന്യം, അതേപോലെ എത്രത്തോളം പ്രസക്തി ഉണ്ട് ആ ഒരു ബുക്കിന്, നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് വേണ്ട കണ്ടന്റ് ആണോ വേണ്ടാത്ത കണ്ടന്റ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രീ റീഡ് അല്ലെങ്കിൽ എന്ത് പറയാം? സ്കിമ്മിങ്ങിനെ എന്തും കൂടിയും പറയാം, പ്രീ റീഡിങ് എന്നും കൂടിയും പറയാം. അതായത് വായിക്കുന്നതിന് മുന്നേ തന്നെ അതിൽ എന്തൊക്കെ കണ്ടന്റ് ആണ് അടങ്ങിയിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ മറിച്ച് നോക്കി അതിൻ്റെ ഇൻഡെക്സ് എല്ലാം നോക്കി അങ്ങനെയുള്ള ആ ഒരു മെത്തേഡാണ് ഇതിൽ വരുന്നത്? സ്കിമ്മിങ്ങിൽ വരുന്നത്. സ്കിമ്മിങ് വിൽ റിവീൽ യു ടു ദി വർത്ത് ഓഫ് ദി ബുക്ക്. അതായത് ആ ബുക്കിന് എത്രത്തോളം വാല്യൂ കൊടുക്കണം, എത്രത്തോളം ഫോക്കസ് ചെയ്ത് ആ ബുക്ക് വായിക്കണം എന്നുള്ള ആ ഒരു അറിവ് നമുക്ക് സ്കിമ്മിങ്ങിലൂടെ കിട്ടാണ്. ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ സെൻസ് ഓഫ് ബുക്സ് ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ, ഇറ്റ് ഈസ് ടിപ്പിക്കലി അഡ്വൈസബിൾ ടു സ്കിം. അതായത് ഒരു ബുക്ക്, ഇപ്പോൾ ഒരു നോവൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ്, പാരാഗ്രാഫ് വൈസ് ആണോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടായിട്ടാണോ, എങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ ഉള്ളത്, ആ ഒരു ഷേപ്പ് എങ്ങനെയാണുള്ളത്, ആ ഒരു ബുക്കിൽ എന്തൊക്കെ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്, സ്കിമ്മിങ്ങിലൂടെ സഹായിക്കുന്നുണ്ട്. വൈൽ സ്കിമ്മിങ് എ ബുക്ക് യുവർ മേജർ ഗോൾ ഇസ് ടു ഡിറ്റർമൈൻ വെദർ എ ക്ലോസർ റീഡിംഗ് ഓഫ് ദി ടെക്സ്റ്റ് ഇസ് നെസസറി. അതായത് നമ്മുടെ കയ്യിലൊരു ബുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളത് വായിക്കണോ, അതായത് നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീ റീഡിങ്, ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാതും ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണ് സ്കിമ്മിങ്ങിലൂടെ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രീ റീഡിങ്ങിലൂടെ ചെയ്യുന്നത്. ഇനി ആ ഒരു ബുക്ക് നമുക്ക് ക്ലോസ് റീഡിങ് നടത്തണോ, അതായത് അത്രയും ഫോക്കസ്ഡ് ആയി അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് ആ ഒരു ബുക്ക് വായിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഈ ഒരു പ്രീ റീഡിങ്ങിലൂടെ അല്ലെങ്കിൽ സ്കിമ്മിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. This type of reading is employed in reading fiction, reading a new story, etc. ഫിക്ഷൻ എന്താണ്, സാങ്കല്പികമായിട്ടുള്ള കഥകൾ, അതേപോലെ തന്നെ ന്യൂ സ്റ്റോറീസ് എല്ലാം വായിക്കുന്ന സമയത്ത് ഏത് ഉപകാരപ്രദമാണെന്നാണ് പറയുന്നത്, സ്കിമ്മിങ് വളരെയധികം യൂസ്ഫുൾ ആണ്. ഹിയർ ആർ സം ഐഡിയാസ് ടു കണ്ടക്ട് എ സ്കിം റീഡിംഗ് ഓഫ് എ ബുക്ക്. ഈ ഐഡിയാസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പല മെത്തേഡ് ഓഫ് റീഡിങ്സും വരുന്നുണ്ട്, അതായത് സ്കിമ്മിങ്, സ്കാനിങ്, ക്ലോസ് റീഡിങ്, അങ്ങനെ പല മെത്തേഡ്സ് ഓഫ് റീഡിങ്സും വരുന്നുണ്ട്. അതിൽ തന്നെ കുറേ അധികം സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ മെത്തേഡിലും അതിൻ്റേതായിട്ടുള്ള സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ എന്താണ് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ട്, ഏതൊക്കെ മേഖലകളിൽ എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ള പോയിന്റ്സ് ഒക്കെ പഠിക്കാനുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫസ്റ്റ് ആണ് എന്താണ്, റീഡ് ദി ടൈറ്റിൽ പേജ് ആൻഡ് ദി പ്രീഫേസ് ഓഫ് ദി ബുക്ക്. അതായത് ആമുഖം അതേപോലെ തന്നെ അതിൻ്റെ ടൈറ്റിൽ എന്താണ്, അപ്പോൾ ഒരു ബുക്കാണെങ്കിൽ അല്ലെങ്കിൽ നോവലാണെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആ ഒരു പാരഗ്രാഫ് ആണെങ്കിലും അതിൻ്റെ ടൈറ്റിൽ എന്താണെന്നും അതേപോലെ തന്നെ അതിൻ്റെ പ്രിഫേസ് എന്താണെന്നും നോക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ ഗോ ത്രൂ ദി ടേബിൾ ഓഫ് കണ്ടന്റ്സ് ടു അവെയിൽ എ ജനറൽ ഐഡിയ ഓഫ് ദി ബുക്സ് കണ്ടന്റ്. അതായത് ടേബിൾ ഓഫ് കണ്ടന്റ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഉള്ളടക്കം, ആ ഒരു ബുക്കിന്റെ ഉള്ളടക്കം എന്താണെന്ന് നോക്കിയിട്ട് ആ ഒരു ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ആണ് കേട്ടോ, എന്തുമാവാം, മാഗസിൻ, ബുക്സ്, ന്യൂസ് പേപ്പർ, ന്യൂസ് കട്ടിങ്സ്, എന്തുമാവാം, അതിലടങ്ങിയിട്ടുള്ള ആ ഒരു ജനറൽ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കാൻ എന്തിലൂടെ സഹായിക്കും, ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സ്, ഉള്ളടക്കം മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. റീഡിംഗ് ദി ഇൻഡെക്സ് പേജ് വിൽ ഗീവ് യു ആൻ ഔട്ട്ലൈൻ ഓഫ് ദി തീംസ് അഡ്രസ്ഡ്, ദി ടൈപ്സ് ഓഫ് books and writers referenced, and get a broad sense of the structure of the book. നമ്മൾ നേരത്തെ പറഞ്ഞ പല പോയിന്റ്സും ഇതിൽ വരും. ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതേ എന്നുള്ളൂ. ആ ഒരു സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇൻഡെക്സ് പേജ് വായിക്കണം, നമ്മൾ പറഞ്ഞതാണ് സ്കിമ്മിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഡെക്സ് പേജ് വായിക്കുക എന്നുള്ളത്, ഇപ്പോൾ ഒരു ബുക്കോ അല്ലെങ്കിൽ നോവലൊക്കെ ആണെങ്കിൽ. ദെൻ അതേപോലെ തന്നെ ഇൻഡെക്സ് പേജ് വായിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് കിട്ടണത്, ഔട്ട്ലൈൻ ഓഫ് ദി തീംസ്, അതായത് അതിൽ അടങ്ങിയിട്ടുള്ള എന്തൊക്കെ തീംസ് ആണോ ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഒരു ആകത്തുക, ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടാണ് സ്കിമ്മിങ്ങിലൂടെ. അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ദി ബുക്ക് നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി, എന്താണ്, ഏത് രീതിയിലാണ് ആ കഥ അല്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് നമുക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സ്കിമ്മിങ്ങിലൂടെ ഇൻഡെക്സ് പേജ് വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ഡി എന്താണ്, ദി ഇൻട്രൊഡക്ടറി ഓർ കൺക്ലൂഡിംഗ് പേജസ് ഓഫ് ദീസ് ചാപ്റ്റേഴ്സ് ഹാവ് സമ്മറി സ്റ്റേറ്റ്മെന്റ്സ്, റീഡ് ദം കെയർഫുള്ളി. അതായത് എല്ലാത്തിലും ഉണ്ടാവില്ല, ചില നോവൽസിൽ അല്ലെങ്കിൽ ചില ബുക്സിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇൻട്രൊഡക്ടറി ആൻഡ് കൺക്ലൂഡിങ് എന്താണ്, അവസാനിപ്പിക്കുക. ഇൻട്രൊഡക്ടറി എന്താണ്, തുടങ്ങുന്ന ആ ഒരു ബുക്ക് തുടങ്ങുന്ന ആ ഒരു പേജ് ഉണ്ടല്ലോ. കൺക്ലൂഡിങ് എന്താണ്, ബുക്ക് അവസാനിക്കുന്ന ആ ഒരു പേജ്. അത് രണ്ടും വായിക്കുന്നതിലൂടെ അതിൽ ചിലപ്പോൾ സമ്മറീസ് കൊടുത്തിട്ടുണ്ടാവും. ആ സമ്മറി വായിക്കുന്നതിലൂടെ നമുക്ക് എന്താണ്, ആ ഒരു മൊത്തത്തിലുള്ള ബുക്കിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. എളുപ്പമല്ലേ ഇത്, നമുക്ക് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ സ്കാനിങ്. ഇതും നമ്മൾ പറഞ്ഞതാണ്. എന്താണ് സ്കാനിങ്? സ്കാൻ ചെയ്യണത് എന്തിനാണ്? എന്തെങ്കിലും നമ്മളിപ്പോൾ ബോഡിയിൽ തന്നെ നമ്മൾ സ്കാൻ ചെയ്യണത് എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ അത് സ്കാൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്താണ്, ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള കാരണം കൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത്, വല്ല അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ മെഡിക്കൽ സ്കാനിങ് ചെയ്യണത്. മെഡിക്കൽ സ്കാനിങ് ജസ്റ്റ് ഇതിലൊന്ന് കൊണ്ടുവന്നാൽ മതി. എന്താണ് സ്പെസിഫിക് എന്നുള്ള വാക്കാണ് ഏറ്റവും കീവേഡായിട്ട് സ്കാനിങ്ങിൽ വരുന്നത്. സ്പെസിഫിക് റീഡിങ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്കാനിങ് ആണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിക്ഷണറിയിൽ അർത്ഥം നോക്കുകയാണ് പണ്ടൊക്കെ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡിക്ഷണറിയിൽ അർത്ഥം നോക്കാം എങ്കിൽ പോലും ഡിക്ഷണറിയിൽ അർത്ഥം നോക്കുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് വിചാരിക്കുക. ഡിക്ഷണറിയിൽ അർത്ഥം നോക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഫസ്റ്റ് നമുക്ക് മനസ്സിലൊരു വാക്കുണ്ടാവും, ആ വാക്കിൻ്റെ അർത്ഥമാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, എ വെച്ചിട്ടുള്ള
എന്നുള്ള വാക്കാണെങ്കിൽ എ എന്നുള്ള ആ ഒരു പേജ് എടുക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകും, നമ്മുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോകും എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മൾ എന്താണ് മൊത്തത്തിൽ അത് നോക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല, നേരെ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മുടേതായിട്ടുള്ള ആ ഒരു കീവേഡ്, നമുക്ക് അർത്ഥം അറിയേണ്ട ആ ഒരു വേർഡ് വരുന്ന സമയത്ത് ഇതാണ് എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ ചുറ്റിനുള്ള അർത്ഥങ്ങൾ, അതിൻ്റെ അർത്ഥം എന്താണ്, അത് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി പോവില്ലേ. അതാണ് ഇതിൽ വരുന്നത്, സ്കാനിങ്ങിൽ വരുന്നത്. Scanning is going through lines, paragraphs and pages quickly but not thoroughly to find out some specific information. കണ്ടോ, സ്പെസിഫിക് എന്നുള്ള വാക്കാണ് അവിടെ കീവേഡ് ആയിട്ട് വരുന്നത്. അതായത് ഓരോ വരികളിലൂടെയും ഓരോ പാരഗ്രാഫിലൂടെയും നമ്മൾ പോകുന്നുണ്ട്, പക്ഷേ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. സോ നമ്മൾ മറ്റുള്ളതിൽ നിന്നും ഇത് കുറച്ചും കൂടി നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇതിൽ വരുന്നത്, സ്കാനിങ്ങിൽ വരുന്നത്. വൈൽ സ്കാനിങ് വി ഡു നോട്ട് റീഡ് ദി വോൾ ടെക്സ്റ്റ്. അതായത് മൊത്തത്തിൽ ആ ഒരു ടെക്സ്റ്റ് വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇല്ല എന്നാണ് ഏതിൽ ആൻസർ വരിക, സ്കാനിങ്ങിൽ ആൻസർ വരിക. പക്ഷെ സ്കിമ്മിങ്ങിൽ അങ്ങനെയാണോ? അല്ല, സ്കിമ്മിങ്ങിൽ നമ്മൾ എല്ലാം വായിക്കുന്നുണ്ട്, ഓവറോൾ ടെക്സ്റ്റ് നമ്മളിങ്ങനെ കണ്ണോടിച്ച് പോകുന്നുണ്ട്. സ്കാനിങ്ങിൽ അങ്ങനെയല്ല. ദെൻ ബട്ട് ഓൺലി എ ഫ്യൂ ലൈൻസ് വിച്ച് കണ്ടെയ്ൻ ദി ഇൻഫോർമേഷൻ ദാറ്റ് വി ആർ ലുക്കിംഗ് ഫോർ. നമ്മൾക്ക് വേണ്ട ഇൻഫോർമേഷൻ എന്താണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിൽ ഒന്ന് കണ്ണോടിച്ച് പോകുന്ന രീതിയാണ് എന്ത്, സ്കാനിങ് എന്ന് പറയുന്നത്. The movement of our eyes is fast and we pause and focus only on the relevant lines of parts. എന്താ പറഞ്ഞിരിക്കുന്നത്? We pause and focus. നമ്മൾ അവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റെക്കാവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ആ ഒരു പോയിന്റ് കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ അവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റെക്കായി, പിന്നെ അത്യാവശ്യം ഫോക്കസ് കൊടുത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ് നമ്മൾ വായിക്കാം. Referring to a dictionary and reading a user's manual are examples of this type of reading. നമ്മൾ പറഞ്ഞതാണ് ഡിക്ഷണറി നോക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതാണ് ശരിക്കും ഏത് പ്രോസസ്സിൽ വരുന്നത്, സ്കാനിങ്ങിൽ വരുന്നത്. Then scanning can also be used for studies and research related reading. അപ്പോൾ സ്കാനിങ് എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾസ് ഒന്ന് പഠിച്ച് വെക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഇപ്പോൾ ഡിക്ഷണറി റീഡിങ്ങിൽ ഏത് മെത്തേഡ് ഓഫ് റീഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യനും വരാം. അപ്പോൾ ഏതാണ്, സ്കാനിങ് ആണ്. ലൈക്ക് സ്കിമ്മിങ് ഇറ്റ് ഓൾസോ മേക്സ് യൂസ് ഓഫ് സ്ട്രക്ചറൽ ഹിൻസ് ആൻഡ് കീവേഡ്സ്. ഹവർ വൈൽ ദി ഒബ്ജക്റ്റീവ് ഓഫ് സ്കിമ്മിങ് ഇസ് ടു ഗെറ്റ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദി കണ്ടന്റ്. ഇതും ഒരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദി കണ്ടന്റ്? അതായത് ഒരു പക്ഷി ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് അത്രയും ഓവറോൾ ആയിട്ടുള്ള വ്യൂ ആണ് കിട്ടണത്. അതാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തത്. എക്സാമ്പിൾ അല്ല, അതാണെന്നാണ് പറയണത്. സ്കിമ്മിങ് അതാണെന്നാണ് പറയണത്. സ്കിമ്മിങ് നമ്മൾ പറഞ്ഞു എന്താണ്, മൊത്തത്തിൽ ഒരു പേജാണ് നമ്മൾ വായിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ വായിക്കുന്നതാണ് ഏതിൽ വരുന്നത്, സ്കിമ്മിങ്ങിൽ വരുന്നത്. ദി ഒബ്ജക്റ്റീവ് ഓഫ് സ്കാനിങ് is to find and focus on specific data. കണ്ടോ, സ്കാനിങ്ങിൽ എന്താണ്, സ്പെസിഫിക് ഡാറ്റയാണ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റ് നമ്മൾ അത്രയും ഫോക്കസ് ചെയ്ത് വായിക്കുന്നതാണ് സ്കാനിങ്ങിൽ വരുന്നത്. അപ്പോൾ സ്കാനിങ് എന്താണ്, ഫോക്കസ് ഓൺ സ്പെസിഫിക് ഡാറ്റ. സ്കിമ്മിങ് എന്താണ്, ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദി കണ്ടന്റ്. അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ആഫ്റ്റർ സ്കിമ്മിങ് ഇഫ് യു ഡിറ്റർമൈൻ ദി ഇൻഫോർമേഷൻ വിൽ ബി ബെനിഫിഷ്യൽ, സ്കാൻ ഇറ്റ്. അതായത് സ്കിമ്മിങ് ചെയ്തതിന് ശേഷം, സ്കിമ്മിങ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പ്രോസസ്സാണ്, റീഡിംഗ് മെത്തേഡ്സിൽ ഫസ്റ്റ് പറഞ്ഞ പ്രോസസ്സാണ് ഏത്, സ്കിമ്മിങ് എന്ന് പറയുന്നത്. അതായത് എല്ലാതും ഒന്ന് ഓടിച്ചു വായിക്കുക. അത് ചെയ്തതിന് ശേഷം ആ ഒരു കണ്ടന്റ് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ആണ് എന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, സ്കാനിങ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുക. കാരണം എന്താണ് അങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്, സ്കാനിങ്ങിലാണ് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ട്, അതേപോലെ തന്നെ സ്പെസിഫിക് റീഡിങ് ഏതാണ്, സ്കാനിങ് ആണല്ലേ വരുന്നത്. ഇനി ദി മെത്തേഡ് ഓഫ് സ്കാനിങ് ഓർ ടെക്സ്റ്റ് ഓർ ഡോക്യുമെന്റ് ഇസ് ഡിസ്ക്രൈബ്ഡ്. അതായത് ഏതൊക്കെ രീതിയിലാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണത്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റണത്, എന്താണ് അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ പോയിന്റ്സ് പഠിച്ചില്ലേ, സ്കിമ്മിങ്ങിൽ കുറച്ച് പോയിന്റ്സ് പഠിച്ചില്ലേ, അത് തന്നെയാണ് ഇവിടെയും. അത് തന്നെയാണെന്നല്ല, അതേപോലെയുള്ള പോയിന്റ്സ് സ്കാനിങ്ങിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് വരുന്നത് എന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. എന്താണ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് യു വാണ്ട് ടു ഫൈൻഡ്, സെലക്ട് എ ഫ്യൂ എസെൻഷ്യൽ ഫ്രേസസ് ഓർ വേർഡ്സ് ഓർ ഇഫ് യു പ്രിഫർ സെർച്ച് ടേംസ്. അതായത് എന്താണോ നമുക്ക് വേണ്ടത് അത് ആദ്യം മനസ്സിലാക്കുക, എന്താണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് വേർഡാണോ, എന്തെങ്കിലും ഒരു കീവേഡ് ഉപയോഗിച്ച് നമ്മൾ ഡിക്ഷണറി നോക്കുന്ന സമയത്ത് ഒരു വേർഡിന്
വേർഡിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാനാണെങ്കിൽ ആ വേർഡ് വെച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യില്ല, ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ സെക്കൻഡ് ലെറ്ററോ വെച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യില്ലേ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൺലി വൺ കീവേഡ് ഷുഡ് ബി സെർച്ച്ഡ് അറ്റ് എ ടൈം. ഡു ന്യൂമറസ് സ്കാൻസ് ഇഫ് യു വാണ്ട് ടു ലുക്ക് ഫോർ മൾട്ടിപ്പിൾ കീവേഡ്സ്. അതായത് ഒരേ സമയം എന്താണ് ഒരു കീവേഡ് വെച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. അതായത് ഒരു അർത്ഥം, ഇപ്പോൾ ഡിക്ഷണറീൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡിക്ഷണറി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റില്ലല്ലോ, ഡിക്ഷണറി വായിക്കുന്നത് ഏത് മെത്തേഡ് ഓഫ് റീഡിങ്ങിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉത്തരം പറയാൻ കഴിയും. നമ്മൾ കുറേ വട്ടം പറഞ്ഞതാണത്. എന്താണ്? സ്കാനിങ്ങിലൂടെയാണ്. ദെൻ സ്കാനിങ്ങിൽ ഫസ്റ്റ് ആദ്യം നമ്മൾ മനസ്സിലാക്കി എന്താ വേണ്ടത് എന്നുള്ളത്, ആൻഡ് അതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു ഏത് വേർഡാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, ഏത് സ്പെസിഫിക് ആയിട്ടുള്ള പോയിൻ്റാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി. അതിനുശേഷം ഏതെങ്കിലും ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ സെക്കൻഡ് ലെറ്ററോ അങ്ങനെ ഒരു വേർഡായിട്ടോ മൊത്തത്തിലൊരു വേർഡായിട്ടോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ആ ഒരു സ്പെസിഫിക് പോയിൻ്റ് എവിടെയാണെന്നുള്ളത് കണ്ടെത്താം. ലെറ്റ് യുവർ ഐസ് സ്കാൻ ദി പേപ്പർ ക്വിക്ക്ലി അണ്ടിൽ യു സ്പോട്ട് ദി വേർഡ് ഓർ ഫ്രേസസ് യു ആർ ലുക്കിംഗ്. നമ്മൾ നോക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് എവിടെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്ത് നോക്കുക. ഡി എന്താണ്? നെക്സ്റ്റ് വൺ എന്താണ്? തോറോലി എക്സാമിൻ ദി ടെക്സ്റ്റ് അറൗണ്ട് ഇറ്റ്. അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ്, ഒരു സ്പെസിഫിക് വേർഡ് നമ്മൾ കണ്ടെത്തി, അതിനുശേഷം അതിന് ചുറ്റും എന്താണ് കൊടുത്തിരിക്കുന്നത്, ആ ഒരു പോയിന്റിനോട് ബന്ധപ്പെട്ട് ഏത് പോയിന്റാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നോക്കാം. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് എന്താന്ന് പറയുന്നത്, ക്ലോസ് റീഡിങ് അഥവാ ദോറോ റീഡിങ്. ക്ലോസ് റീഡിങ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, അതിൽ കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നോക്കാം. ഇൻ ദിസ് മെത്തേഡ് വി റീഡ് ദി whole text without skipping any part and paying keen attention to every word, sentence and even punctuation mark in order to understand the text as completely and deeply as possible. ഇത്ര വലിയ സെൻറ്റൻസ് കാണുമ്പോൾ പേടിക്കേണ്ട. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ക്ലോസ് റീഡിങ്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞതാണ്. ക്ലോസ് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും സൂക്ഷ്മമായിട്ട്, അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് എന്നുള്ളൊക്കെ ഒരു അർത്ഥമാണ് ക്ലോസ് റീഡിങ്ങിൽ വരുന്നത്. അങ്ങനെ ക്ലോസ് റീഡിങ് മറ്റതിൽ നിന്നും ഡിഫറെൻ്റ് ആവുന്നത് എങ്ങനെയാണ്? സ്കിമ്മിങ് നമ്മൾ പറഞ്ഞു, എക്സാമിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് വായിക്കുന്നതാണ് സ്കിമ്മിങ് എന്ന് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണോടിച്ച് പോകുന്നത്. അപ്പം സ്കാനിങ് എന്താണെന്ന് പറഞ്ഞു, നമുക്കൊരു സ്പെസിഫിക് വേർഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സ്കാനിങ് എന്ന് പറഞ്ഞു. പക്ഷേ ക്ലോസ് റീഡിങ് എന്താണോ നമ്മൾ വായിക്കാൻ പോകുന്ന മെറ്റീരിയൽ അത് ഫുള്ളായിട്ടും വായിക്കുന്നതാണ്, അത് ഫുള്ളായിട്ടും അത്രയും ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വായിക്കുന്നതാണ് ഏതിൽ വരുന്നത്? ക്ലോസ് റീഡിങ്ങിൽ വരുന്നത്. റീഡ് ദി whole text without skipping. അവിടെ സ്കിപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടോ? ഇല്ല. സ്കിമ്മിങ്ങിലും സ്കാനിങ്ങിലും നമുക്ക് വേണമെങ്കിൽ കുറച്ച് പോർഷൻസ് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇതിലങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ ഈ റീഡിങ്ങിൽ? ഇല്ല. ക്ലോസ് റീഡിങ്ങിൽ വിത്തൗട്ട് സ്കിപ്പിംഗ് ആണ് അതിൽ കീവേഡ് എന്ന് പറയുന്നത്. Then, close reading is the reverse of skimming a text and demands intense concentration. സ്കിമ്മിങ്ങിൽ എന്താണ്? നമ്മൾ ഓടിച്ച് വായിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ ആ ഒരു കണ്ണോടിക്കുക മാത്രമേ ഉള്ളൂ, അത്രയ്ക്കും കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കില്ല. പക്ഷേ അതിൻ്റെ നേരെ റിവേഴ്സ് ആണെന്നാണ് പറയണത് ഏത്? ക്ലോസ് റീഡിങ്. കാരണം എന്താണ്? അത്രയും കോൺസെൻട്രേഷൻ ഉപയോഗിച്ചിട്ട് റീഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ക്ലോസ് റീഡിങ് എന്ന് പറയുന്നത്. ഷോർട്ട് പാസേജസ് ആർ യൂഷ്വലി യൂസ്ഡ് ടു കണ്ടക്ട് ദിസ് ടൈപ്പ് ഓഫ് റീഡിങ്. ക്ലോസ് റീഡിങ് ഇസ് significant since it facilitates readers in fully comprehending a text. Comprehending എന്താണ്? ഒരു കാര്യത്തെ പൂർണ്ണ രീതിയിൽ മനസ്സിലാക്കുന്നതാണ് comprehending. അങ്ങനെ ആ ഒരു പേജ് ഫുള്ളായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏത് പേജ് എന്നല്ല, എന്താണ് നമ്മൾ വായിക്കുന്ന മെറ്റീരിയൽ അത് ഫുള്ളായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏത് റീഡിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ക്ലോസ് റീഡിംഗ് ആണ് ഉപയോഗിക്കേണ്ടത്. The approach enables readers in understanding how an author consciously employed particular phrases and literary devices to highlight main concepts. ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ്? മെറ്റഫർ, സിമിലി, അതൊക്കെയാണ് ലിറ്റററി ഡിവൈസസിൽ വരുന്നത്. ഇനി അടുത്ത യൂണിറ്റ്സിലായിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ലിറ്റററി ഡിവൈസസ് എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഓരോ പങ്ക്ച്വേഷൻസ് ഒക്കെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്, ഫുൾ സ്റ്റോപ്പ്, മറ്റേ കോമ, ഇൻവേർട്ടഡ് മാർക്ക്, ഇതെല്ലാം അതിനനുസരിച്ചിട്ട് വായിക്കുന്നതാണ്. അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് അതുപോലും നോട്ട് ചെയ്ത് വായിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. A deep understanding of the material through close reading helps in critical analysis. Critical analysis നമ്മൾ പറഞ്ഞതാണ്, ഒരു കാര്യത്തെ അത്രയും സൂക്ഷ്മമായിട്ട് നോക്കുക, സ്ക്രൂട്ടിനൈസ് ചെയ്ത് വായിക്കുക, സൂക്ഷ്മമായിട്ട് നോക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ക്രിട്ടിക്കൽ അനാലിസിസ്, നമ്മൾ കീറി മുറിച്ച് നോക്കുക എന്നൊക്കെ പറയില്ല ഒരു കാര്യത്തെ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്? ക്രിട്ടിക്കൽ അനാലിസിസിൽ വരുന്നത്. Then, examples of close reading are reading prescribed text for study and reading articles on important topics. മറ്റുള്ളതിൽ
അതിൽ നമ്മൾ ഇതേപോലത്തെ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇവിടെ ക്ലോസ് റീഡിങ്ങിന് എന്താണ് എക്സാമ്പിൾ പറയുന്നത്? പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഫോർ സ്റ്റഡി ആൻഡ് റീഡിങ് ആർട്ടിക്കിൾസ്. അതായത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബുക്ക് തന്നെ, നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ബുക്ക് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരികയല്ലേ ഏതൊക്കെ സിലബസ് എന്നുള്ളത്. അതല്ലേ നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ എക്സാമിൽ പഠിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൽ വരുന്നതാണ്, ക്ലോസ് റീഡിങ്ങിൽ വരുന്നതാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ക്ലോസ് റീഡിങ് വൈൽ പ്രാക്ടീസിങ് ഇറ്റ്. അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്സ് ആണ്? സ്കിമ്മിങ്ങിൻ്റെ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു, സ്കാനിങ്ങിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്താണ്? ക്ലോസ് റീഡിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് നോക്കണത്. സ്റ്റെപ്പ് 1, റീഡ് ദി ടെക്സ്റ്റ് തോറോലി. അതായത് എന്താണോ നമുക്ക് വായിക്കാനുള്ള ടെക്സ്റ്റ്, ആ ഒരു ടെക്സ്റ്റ് മര്യാദ രീതിയിലൊന്ന് വായിച്ചു പോവുക. അതായത് അത്രയും ഫോക്കസ്ഡ് ആയി, കോൺസെൻട്രേറ്റഡ് ആയി, അതിലേക്ക് തന്നെ ഫുൾ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് വായിച്ചു പോവുക. റീഡേഴ്സ് ഷുഡ് മേക്ക് ആൻ effort to comprehend the most crucial concepts and components of a text when reading it for the first time. അതായത് ആദ്യത്തെ ആ ഒരു പ്രാവശ്യം വായിക്കുന്ന സമയത്ത് തന്നെ എന്താണ്, ഫുൾ ഒരു എഫേർട്ട് കൊടുത്ത് അത്രയും അറ്റൻഷൻ കൊടുത്ത് കോംപ്രിഹെൻഡഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതായത് മൊത്തത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ടേക്ക് ഫോർ ഇൻസ്റ്റൻസ് എ നോവൽ ആൻഡ് വൈൽ റീഡിങ് ഇറ്റ് ദ റീഡേഴ്സ് ഷുഡ് റെസ്പോണ്ട് ടു ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പോൾ ഒരു നോവൽ എടുത്ത് വായിക്കുന്ന സമയത്ത് തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് എന്ത് ചെയ്യേണ്ടത്, റീഡേഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? വാട്ട് ഈസ് ദി സെൻട്രൽ തീം ഓർ മെസ്സേജ് ഓഫ് ദിസ് പാസേജ്. ഒരു നോവൽ വായിക്കുന്ന സമയത്ത് തന്നെ അതിലേതെങ്കിലും ഉള്ളൊരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ എടുത്തിട്ട് ആ ഒരു ടെക്സ്റ്റ് മൊത്തത്തിൽ നൽകുന്ന ഒരു സെൻട്രൽ തീം എന്താണ്, അതിലൂടെ നൽകുന്ന ഒരു മെയിൻ ആശയം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നോക്കുക. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ദെൻ സെക്കൻഡ് എന്താണ്? In this passage, are there any characters or people? If so, what do they look like and who are they? അതായത് ഏതെങ്കിലും കഥാപാത്രങ്ങളെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടോ, അതായത് ഏതെങ്കിലും പ്രമുഖ വ്യക്തികളെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് ആരാണ്, എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് നോക്കാം. വാട്ട് എക്സാക്ട്ലി ഈസ് ഗോയിങ് ഓൺ ദിസ് പേജ്? ഡു ക്യാരക്ടേഴ്സ് സ്പീക്ക് ടു വൺ അനദർ? ഇസ് ദർ മൂവ്മെൻറ്റ്? അതായത് അവർ തമ്മിൽ മൂവ്മെൻറ്റ് ഉണ്ടോ, ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ ആ ഒരു പാസേജിൽ ശരിക്കും എന്താണ് നടക്കുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാനായിട്ട് ക്ലോസ് റീഡിംഗ് നടത്തിയിട്ടുള്ള ഒരാൾക്ക് സാധിക്കണം എന്നാണ് പറയണത്. സ്റ്റെപ്പ് 2 എന്താണ്? ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റേതിൽ എന്താണ് സ്റ്റെപ്സ് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇത് ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്താണ് പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ക്ലോസ് റീഡിങ് മാത്രമായിട്ട് ഒരു 5 മാർക്സിന് ചോദിക്കാനുള്ള ചാൻസും കൂടുതലാണ്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സ്റ്റെപ്പ് 2 എന്താണ്? അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് മെത്തേഡ്സ്. അതായത് ഏത് രീതിയിലാണോ, ഏതൊക്കെ കീവേഡ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ എന്തിനെ പറ്റിയിട്ടാണ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഓതർ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, അതിനുള്ള റെലവൻറ്റ് എന്താണ്, അതിനുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ വരുന്നത് ഏതിലാണ്? രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് മെത്തേഡ്സിലാണ്. ഹൗ ഹാസ് ദിസ് ടെക്സ്റ്റ് ബീൻ ഓർഗനൈസ്ഡ്? എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? പാരഗ്രാഫ്സ് ആയിട്ടാണോ അതോ പോയിന്റ്സ് ആക്കിയിട്ടാണോ, കുറേ വിഷ്വൽ ഇമേജസ് വെച്ചിട്ടാണോ, എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെന്താണ്? ആർ ദർ എനി റിക്വയറിംഗ് തീംസ്, കീ വേർഡ്സ് ഓർ ഫ്രേസസ്? ഇൻ സച്ച് എ കേസ് വൈ മൈറ്റ് ദി ഓതർ ഹാവ് മെയ്ഡ് ദിസ് ചോയ്സ്? അതായത് ഈ ഒരു കഥ എഴുതാൻ അല്ലെങ്കിൽ ഈ ഒരു നോവൽ എഴുതാൻ, ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് എഴുതാൻ ആ ഒരു ഓതറിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത് ഏത് സ്റ്റെപ്പിലാണ്? സ്റ്റെപ്പ് 2 അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് മെത്തേഡ്സ്. Next, is there any information in this book that is contradictory? What impact does the contrast have? അതായത് പരസ്പര വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ആ ഒരു പാരഗ്രാഫിൽ, ആ ഒരു ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, സൊസൈറ്റിയിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? അതേപോലെ ഡസ് ദി ഓതർ എംപ്ലോയ് എനി ലിറ്റററി ടാക്ടിക്സ് ലൈക്ക് മെറ്റഫേഴ്സ് ഓർ ഹൈപ്പർബോലി? ഹൈപ്പർബോലി എന്ന് പറയുന്നത് ഒരു എന്താണ്, നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഒരു ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ട് എന്നൊക്കെ നമ്മൾ ചില സമയത്ത് പറയില്ലേ, അതൊക്കെ എന്താണ്? ഹൈപ്പർബോലിയാണ്. അത് ശരിക്കും എന്താണ്, ഒരു എക്സാഗറേറ്റഡ് ഫോമാണ്. ശരിക്കും നമ്മൾ ആനേനെ തിന്നോ, അത്രയും വിശപ്പ് നമുക്ക് ഉണ്ടാവുമോ? ഇല്ല. പക്ഷെ നമ്മൾക്കുള്ള അത്രയും വിശപ്പിനെ നമ്മൾ എന്താണ് കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുന്ന രീതിയാണ് ശരിക്കും എന്തിൽ വരുന്നത്? ഹൈപ്പർബോലിയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് മെറ്റഫേഴ്സ് എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ സ്നേഹം ഒരു റോസാപ്പൂവാണ് എന്ന് നമ്മൾ സ്ഥാപിക്കുകയാണ്. ഒരു റോസാപ്പൂ ആണ് എന്നുള്ളത് സ്ഥാപിക്കുകയാണ്. ശരിക്കും അങ്ങനെ നടക്കുന്ന കാര്യമാണ്. ഒരു റോസാപ്പൂവായിട്ട് സ്നേഹത്തെ കാണാൻ പറ്റുമോ? പക്ഷെ ശരിക്കും അത് അങ്ങനെയാണ് എന്നുള്ളത് സ്ഥാപിക്കുന്ന
വായിക്കുന്നതാണ് ഇതിൽ വരുന്നത്, മെറ്റഫേഴ്സിൽ വരുന്നത്. എൻ്റെ സ്നേഹം റോസാപ്പൂ പോലെയാണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്താണ്, സിമിലിയാണ് അവിടെ വരുന്ന ആ ഒരു ലിറ്റററി ടാറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, മെറ്റഫേഴ്സ് ആണ് വരുന്നത്. മെറ്റഫേഴ്സ് വരാം, ഹൈപ്പർബോലി വരാം, സിമിലി വരാം, ഇതെല്ലാം എന്താണ്, ലിറ്റററി ടാറ്റിക്സ് ആണ് കേട്ടോ. അങ്ങനെയുള്ള ലിറ്റററി ടാറ്റിക്സ് എന്തുകൊണ്ടാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ സ്റ്റെപ്പ് 2-ലാണ് നമുക്ക് പറ്റുന്നത്. ദെൻ സ്റ്റെപ്പ് 3, റീഡ് ദി പാസേജ്. അതായത് നമ്മൾ വായിച്ച ആ ഒരു പാസേജ് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ഒന്നുകൂടി വായിക്കുക. അപ്പോൾ അങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ആ ഒരു അത്രയും ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റിൽ വായിച്ചത്. സെക്കൻഡ് ടൈം അത് വായിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അവിടെ വന്നിരിക്കുന്നത്, അതേപോലെ തന്നെ ആ ഒരു സബ്ജക്റ്റിൽ എന്ത് സബ്ജക്റ്റാണോ എന്ത് മാറ്ററാണോ അവിടെ കൊടുത്തിരിക്കുന്നത് അതിനുള്ള ആ ഒരു തീം എന്താണ്, അതായത് ആ സബ്ജക്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കാൻ നമ്മൾക്ക് ഒരു റീഡിങ്ങിലൂടെ, അതായത് ആ ഒരു പാസേജ് ഒന്നുകൂടി രണ്ടാമത്തെ വട്ടം കൂടി വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാണ്. ദി റീഡർ ബിക്കംസ് അക്വൈൻറ്റഡ് വിത്ത് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി ടെക്സ്റ്റ് ഡ്യൂറിങ് ദി ഫസ്റ്റ് റീഡിങ്. അക്വൈൻറ്റഡ് എന്താണ്, പരിചയപ്പെടുക. അതായത് ഫസ്റ്റ് ടൈം നമ്മൾ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു പാരാഗ്രാഫിൽ ആ ഒരു മാറ്റർ എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് അത് കൺവേ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഒരു പരിചയപ്പെടലാണ് ശരിക്കും. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അക്വൈൻറ്റഡ് അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, പരിചയപ്പെടുക. ദെൻ ദി റീഡർ ഷുഡ് റീഡ് ദി ഫുൾ ചാപ്റ്റർ എ സെക്കൻഡ് ടൈം വിത്ത് മോർ ഡെലിബറേറ്റ് ഫോക്കസ് ഓൺ ഓർഗനൈസേഷണൽ പാറ്റേൺസ് ആഫ്റ്റർ ടേക്കിംഗ് നോട്ട് ഓൺ പാറ്റേൺസ് ആൻഡ് സ്ട്രാറ്റജീസ്. നമ്മൾ പറഞ്ഞതാണ് കുറേ വട്ടം, എന്താണ്, ഏതൊക്കെ രീതിയിലുള്ള പാറ്റേൺസ് ആണ് യൂസ് ചെയ്തിട്ടിരിക്കുന്നത്, ഏതൊക്കെ പോയിന്റ്സ് ആയിട്ടാണോ പാരഗ്രാഫ്സ് ആയിട്ടാണോ അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള പോയിന്റ്സ് ആണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്ത് രീതിയിലാണ് ആ ഒരു സ്ട്രക്ചർ ഉള്ളത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ ജസ്റ്റ് ഒന്നുകൂടിയും ഫോക്കസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇതിന് സഹായിക്കുന്നുണ്ട്. റീഡിങ് എന്നുള്ള സ്റ്റെപ്പ് 3-യിലൂടെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വെൻ റീഡിങ് ദിസ് സെക്ഷൻ എ സെക്കൻഡ് ടൈം, അറ്റൻഷൻ ടു എനി റിപ്പീറ്റേഷൻ ഓഫ് സർട്ടൻ വേർഡ്സ് ആൻഡ് കൺസിഡർ ഹൗ ദിസ് റിപ്പീറ്റേഷൻ എഫക്റ്റ് ദി മീനിങ് ഓഫ് ദി ടെക്സ്റ്റ്. അതായത് രണ്ടാമത്തെ വട്ടം വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. കഴിഞ്ഞു. 3 സ്റ്റെപ്സ് ആണ് എന്തിനുള്ളത്, ക്ലോസ് റീഡിങ്ങിലുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒരു 5 മാർക്സിന് ചോദിക്കാൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, അമ്യൂസീവ് റീഡിങ്. അമ്യൂസീവ് റീഡിങ് എന്താണ്, അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ അമ്യൂസീവ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു മീനിങ് വരുന്നത് എന്താണ്, വിനോദത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, രസിക്കാൻ വേണ്ടി എന്നൊക്കെയാണ് ആ ഒരു മീനിങ് വരുന്നത്. അതിൽ ആ ഒരു മീനിങ്ങിലൂടെ തന്നെ അതിലെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. എന്തിനു വേണ്ടിയിട്ടാണ്, വി റീഡ് ഫോർ പ്ലഷർ, നമ്മുടേതായിട്ടുള്ള ഒരു ആഹ്ലാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ വായിക്കുന്നതാണ് ഏത് ടൈപ്പ് ഓഫ് റീഡിങ്ങിൽ വരുന്നത്, അമ്യൂസീവ് റീഡിങ്ങിൽ വരുന്നത്. ദി ചോയ്സ് ഓഫ് ടെക്സ്റ്റ് ഈസ് ദി റീഡേഴ്സ് പ്രിഫറൻസ്. അവിടെയാണ് നമ്മൾ റീഡർ ഹീറോ ആവുന്നത് അല്ലേ. നമ്മൾ വായിച്ച മെത്തേഡ്സിലെല്ലാം എന്താണ്, അമ്യൂസീവ് റീഡിങ്ങിലാണ് റീഡറിനനുസരിച്ചിട്ട് ആരാണോ വായിക്കുന്നത് വായിക്കുന്ന ആൾക്കനുസരിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനുള്ള ആ ഒരു ടോപ്പിക്ക് വായിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പഠിക്കാനുള്ള ബുക്സ്, സ്റ്റഡീസ്, നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസസിനൊക്കെ ആണെങ്കിൽ അവർ പ്രിഫർ ചെയ്ത സിലബസ് അല്ലേ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അമ്യൂസീവ് റീഡിങ്ങിൽ എന്താണ്, നമുക്ക് എന്താണോ വായിക്കേണ്ടത് അത് നമുക്ക് അത്രയും അത്രയും ആ ഒരു പ്ലഷർ കൊടുക്കുന്ന നമുക്ക് വായിക്കാനായിട്ട് പറ്റാണ്. ദി റീഡർ മേ ഇഗ്നോർ അൺഫെമിലിയർ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. അതായത് വായിക്കുന്ന സമയത്ത് തന്നെ എല്ലാ വേർഡ്സിൻ്റെ മീനിങ്സും അറിഞ്ഞ് അതെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അങ്ങനെ പോകേണ്ട ഒരു ആവശ്യം അമ്യൂസീവ് റീഡിങ്ങിലില്ല. അത് ഏതിലാണ്, ക്ലോസ് റീഡിങ്ങിലാണ് അങ്ങനെ വരുന്നത്. ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട് ആ ഒരു ടെക്സ്റ്റ് മുഴുവനായിട്ടും മനസ്സിലാക്കുന്നത് ഏതിലാണ്, ക്ലോസ് റീഡിങ്ങിലാണ്. പക്ഷെ നമ്മുടെ അമ്യൂസീവ് റീഡിങ്ങിൽ എന്താണ്, റീഡറിൻ്റെ പ്രിഫറൻസ് ആണ്, റീഡർ ആണ് അവിടെ മെയിൻ. അവിടെ ആ ഒരു ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ആൾ വായിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ അറിയാത്തതൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങനെ വിടുക. അല്ലാതെ അതിൻ്റെ മേലെ ആ ഒരു പോയിന്റ് എന്താണെന്നുള്ളത് കൂടുതലായിട്ടും ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം അമ്യൂസീവ് റീഡിങ്ങിലില്ല. ദിസ് ക്യാൻ ബി ഓൾസോ കോൾ ടൈം പാസ് റീഡിങ്. നമ്മൾ നേരം പോകാൻ വേണ്ടിയിട്ട് വായിക്കുന്നതൊക്കെ ഇതിൽ വരുന്നതാണ്, അമ്യൂസീവ് റീഡിങ്ങിൽ വരുന്നതാണ്. റീഡിങ് എ നോവൽ വൈൽ ട്രാവലിംഗ് ആൻഡ് എ മാഗസിൻ ആർ എക്സാമ്പിൾസ് ഓഫ് അമ്യൂസീവ് റീഡിങ്. അമ്യൂസീവ് റീഡിങ്ങിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ എഴുതാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു ബസ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പോകുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, ഒരു നോവലോ അല്ലെങ്കിൽ ഒരു മാഗസിനോ ഒക്കെ വായിക്കുന്ന രീതിയിൽ പെടുന്നതാണ്, അമ്യൂസീവ് റീഡിങ്ങിൽ പെടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാർട്ട് 1 ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത്. പാർട്ട് 2 വഴിയെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻസ് ആയിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.